അവസാനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള ആളുകളുടെ മെന്റൽ സ്ട്രെസ് കുറയ്ക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? അത് എന്തുകൊണ്ടാണ് സ്ട്രെസ് ഉണ്ടായത് എന്നുള്ള കാര്യം അറിഞ്ഞ് അയാളെ എങ്ങനെ ഗൈഡൻസ് ചെയ്ത് എങ്ങനെ റെഡിയാക്കി എങ്ങനെ ബിസിനസ്സിൽ അയാൾ കാണിച്ചു കൂട്ടുന്നതിൽ എന്താ പ്രശ്നം എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാവും. അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കാനുള്ള ടിപ്സുകൾ ഉണ്ടല്ലോ. നമ്മൾ ഗ്രെയിൻ സോർട്ടിങ്സ് ആവാം, മണ്ഡല ഡ്രോയിങ്സ് ആവാം, അല്ലെങ്കിൽ വാട്ടർ ബബ്ലിംഗ് ടെക്നിക്ക് ആവാം. വെള്ളം ഇങ്ങനെ മുഖത്തെടുത്തിട്ട് ഇങ്ങനെ കുമിളുകൾ വിട്ടിട്ട് നമ്മൾ റിലാക്സേഷൻ ചെയ്യുക, മെഡിറ്റേഷൻസ്, മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മൈൻഡ്ഫുൾ ഈറ്റിംഗ്, മൈൻഡ്ഫുൾ ബാത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. റിലാക്സ് ആവാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങൾ. അല്ലെങ്കിൽ മാസത്തിൽ എല്ലാ മാസവും ഒരു 2 ദിവസം എവിടെയെങ്കിലും യാത്ര പോവുക, അല്ലെങ്കിൽ പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെറ്റ്സിൻ്റെ കൂടെ കുറച്ച് ടൈം നമ്മൾ ഏതൊക്കെയോ ബ്രീഡുകൾ, ഡോഗിൻ്റെയും കാറ്റ്സിൻ്റെ ഒക്കെ ബ്രീഡിൽ 1 മണിക്കൂർ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എത്രയോ കണക്ക് എനിക്ക് കറക്റ്റ് അറിയില്ല, ഓക്സിടോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ആവുന്നത്, നമ്മളെ ഹാപ്പിനെസ് ഹോർമോൺസ്. അപ്പം നമ്മൾ ടെൻഷൻ്റെ അപ്പുറത്ത് കൂടെ നമ്മൾ കുറച്ച് ഹാപ്പിനെസ്സും കൂടെ കയറ്റി കൊടുക്കുന്ന രീതിയിലേക്കുള്ള കുറച്ച് ടാസ്കുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ മാറും. പക്ഷേ ഈ ചോദ്യം ചോദിച്ച ആൾക്ക് എന്തെങ്കിലും ശരിക്കും ബുദ്ധിമുട്ടായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സെഷൻ കൗൺസിലിങ്ങിന് വന്ന്, നിങ്ങളാരും ഇവിടെ പിടിച്ച് തിന്നൊന്നുമില്ല, കൗൺസിലിങ്ങിന് ഒരു പ്രാവശ്യം വന്ന് ഞങ്ങൾ മനുഷ്യന്മാർ തന്നെയാണ്, നമ്മളടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറയല്ല, ആരുടെ അടുത്തേക്ക്, ഏത് സൈക്കോളജിസ്റ്റാണ് നിങ്ങളെ അടുത്തുള്ള, ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പോയിട്ട് നിങ്ങൾ സംസാരിക്കുക. അവരോട് ഒരു 45 മിനിറ്റ്സ് 1 അവർ സംസാരിച്ച്, നിങ്ങൾക്ക് സെഷൻസ് വേണ്ടെങ്കിൽ ആരും നിങ്ങളെ പിടിച്ചു വെക്കൂല. സെഷൻസ് വേണ്ട, ഇത്രയ്ക്ക് മതി, തനിക്ക് കുഴപ്പമൊന്നുമില്ലടോ എന്ന് പറഞ്ഞു വിട്ട എത്ര കേസുകളുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്തായാലും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രോബ്ലം സോൾവിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വേറെ കുറെ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ അടുത്ത ആഴ്ച അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വേറെ 2 അടിപൊളി സൈക്കോളജിസ്റ്റുമാരായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.